നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ തിരുവല്ലയിലെ പൊതുപരിപാടിക്ക് ശേഷം ഇനി അനന്തപുരിയുടെ മണ്ണിലേക്കാണ്. വമ്പൻ റോഡ് ഷോയാണ് അനന്തപുരിയിൽ ഒരുക്കിയിരിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ തയ്യാറായി കഴിഞ്ഞു. ശാലിനി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, അങ്ങനെ ആവേശം വാനോളം ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം, തിരുവല്ലയിലെ പൊതുപരിപാടി അവസാനിച്ചിരിക്കുന്നു. ഇനി അനന്തപുരിയുടെ മണ്ണിലേക്കാണ്. വമ്പൻ റോഡ് ഷോ തന്നെയാണ്. ജനങ്ങളെല്ലാവരും അതിന്റെ ആവേശത്തിൽ തന്നെയാണോ? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരും പാലക്കാടും പ്രധാനമന്ത്രി എത്തിയപ്പോൾ എപ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അദ്ദേഹം എത്തുന്നത് എന്ന് കാത്തിരിക്കുകയായിരുന്നു പത്മനാഭന്റെ മണ്ണിലുള്ളവർ. എന്തായാലും ആ കാത്തിരിപ്പിന് ഇനി നിമിഷങ്ങളുടെ കൂടി മാത്രം അകലമേ ഉള്ളൂ. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യത്തിന്റെ പ്രധാന സേവകൻ, അങ്ങനെ ഈ തലസ്ഥാനത്തേക്ക് പറന്നിറങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങും. അതിനുശേഷം റോഡ് മാർഗം കിള്ളിപ്പാലത്തേക്കും, കിള്ളിപ്പാലത്ത് നിന്ന് കരമനയിലേക്കും അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സിറ്റിയുടെ പരിധിയിൽ വരുന്ന 4 MLA സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ നിയമസഭാ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമായി. നേരിട്ട് ആ തുറന്ന വാഹനത്തിൽ ഒന്ന് നേമത്തെ NDA സ്ഥാനാർത്ഥി, BJPയുടെ സമാരാധനായ സംസ്ഥാന അധ്യക്ഷൻ, ഒപ്പം കൂടാതെ തന്നെ കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ, കൂടാതെ തന്നെ മറ്റ് 2 സ്ഥാനാർത്ഥികൾ, അതായത് ഒന്ന് വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി ശ്രീലേഖ, കൂടാതെ തന്നെ കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ എന്നിവർ ആ തുറന്ന വാഹനത്തിലുണ്ടാവും. കൂടാതെ തന്നെ മറ്റ് 10 സ്ഥാനാർത്ഥികൾ, തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 14 മണ്ഡലങ്ങളിലെ ബാക്കി 10 NDA സ്ഥാനാർത്ഥികൾ ഈ ഒരു വാഹന പ്രചരണ ജാഥയുടെ ഭാഗമായി, റോഡ് ഷോയുടെ ഭാഗമായി അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി. എന്തായാലും പത്മനാഭന്റെ മണ്ണ് പ്രധാന സേവകരെ കാത്തിരിക്കുകയാണ്. ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിനെ കാണാനായി കിള്ളിപ്പാലത്തും കരമനയിലും ഒക്കെ തന്നെ ഇരുഭാഗങ്ങളിലും, റോഡിന്റെ ഇരുവശങ്ങളിലും ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു. ജയ് മോദിജി, ഒപ്പം തന്നെ NDA ഭരണം വരണം. ഇനി 2026 കാത്തിരിക്കുന്നത് പുതിയൊരു കേരളമായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ തിരുവല്ലയിൽ പറഞ്ഞിട്ടുള്ളത്. ഏപ്രിൽ 1 തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ എടുത്ത് പറയുകയാണെങ്കിൽ 2026 എന്നുള്ളത് കേരളത്തിലെ മാറ്റത്തിന്റെ വർഷമായിരിക്കും എന്നുള്ളതാണ്. അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. വികസന കേരളം, ഒപ്പം തന്നെ വിശ്വാസ സംരക്ഷണത്തോടൊപ്പം തന്നെ വികസന കേരളം സാധ്യമാക്കുക എന്നുള്ള ചില നിർണായക കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. FCRA ബില്ലിൽ അടക്കമുള്ള ചില നിർണായകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ കൂടി. കാരണം തെറ്റിദ്ധാരണ പടർത്തിക്കൊണ്ട് ഇടത് വലത് മുന്നണികൾ കേരളത്തിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള രൂക്ഷ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ തിരുവല്ലയിൽ ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പ്രധാന സേവകരെ സ്വീകരിക്കാനായി അനന്തപുരി അങ്ങനെ കാത്തിരിക്കുകയാണ്. BJPയുടെ മുതിർന്ന നേതാക്കന്മാർ, ഒപ്പം തന്നെ വിവിധ NDA സ്ഥാനാർത്ഥികൾ, യുവജന പ്രസ്ഥാനങ്ങളായ യുവമോർച്ചയുടെ അടക്കമുള്ള പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊപ്പം നന്ദു ചേരുകയാണ്. യുവമോർച്ചയുടെ സംസ്ഥാന നേതാവൊക്കെയാണ്. ഒപ്പം തന്നെ ചർച്ചകളിലൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെയാണ് പ്രധാന സേവകൻ തലസ്ഥാനത്തേക്ക് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ കാട്ടാക്കടയിലെ മണ്ണിലെത്തിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സ്വീകാര്യത നമ്മൾ കണ്ടതാണ്. സമാനപരമാണ് എങ്കിൽ പോലും കുറച്ചധികമുണ്ട് തവണ. തീർച്ചയായിട്ടും മോദിജി ഓരോ തവണ കേരളത്തിലേക്ക് വരുമ്പോഴും ആവേശം ഒരു സാധാ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, BJPയുടെ ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശം, ഏറ്റവും എനർജി തരാൻ പറ്റുന്ന ഒരു നേതാവാണ് സ്വാഭാവികമായും നരേന്ദ്രമോദിജി. ഓരോ തവണ അദ്ദേഹത്തിൻ്റെ സന്ദർശനവും കേരളത്തിലെ പ്രവർത്തകർക്കും അതുപോലെ പാർട്ടിക്കും നൽകുന്ന ഊർജ്ജം, അത് ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടം കഴിയുമ്പോഴും പാർട്ടിയുടെ അത് വോട്ട് ഷെയറിലായാലും ശരി, പാർട്ടിയുടെ വിന്നിംഗ് പെർസെൻറ്റേജിലായാലും നമുക്കത് പ്രതിഫലിച്ച് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ വരുമ്പോൾ ആദ്യം എങ്ങനെയാണ് 2014 മുൻപ് അദ്ദേഹം ഇവിടെ വരുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു എനർജി, അതിൻ്റെ ഒരു 11 മടങ്ങ് എനർജിയിലാണ് അദ്ദേഹം ഇപ്പോഴും വരുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഓറയാണ്. അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം എത്രത്തോളം സ്വീകാര്യനാണ് എന്നുള്ളതിൻ്റെ കൂടി ഒരു പരിച്ഛേദമാണത്. സ്വാഭാവികമായിട്ട് 11 വർഷം ഭരിച്ചൊരു നേതാവിന് ഇങ്ങനൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ലോകത്ത് തന്നെ അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയ നേതാവാണ് നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഓരോ BJP പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമല്ലേ. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്, പത്മനാഭന്റെ മണ്ണിലേക്ക് എത്തുന്നത്. അപ്പോൾ ആവേശം കുറച്ചധികം. സ്വാഭാവികം. അദ്ദേഹം കേരളത്തിനെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ് ഓരോ അദ്ദേഹത്തിൻ്റെ വിസിറ്റും നമുക്ക് തരുന്ന പാഠം. അദ്ദേഹം ഓരോ പ്രാവശ്യം വന്നിട്ട് പോകുമ്പോഴും അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹം ആഗ്രഹിക്കുന്ന കേരളം എങ്ങനെയാവണം എന്നുള്ളത് അദ്ദേഹം ഓരോ തവണയും നമ്മളോട് പറയുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഏറ്റവും അവസാനം താങ്കൾ പറഞ്ഞതുപോലെ തിരുവല്ലയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ചരിത്രമാണ്. അതായത് 2026 കേരളത്തിൻ്റെ മാറ്റത്തിൻ്റെ വർഷമാണ്.
ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ കേരളത്തിൽ BJP റൈസ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന വിധ്വംസക ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു നിലപാട് കൂടി കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ പോസിറ്റീവായിട്ടുള്ള രാഷ്ട്രീയമായി ഞങ്ങൾ കാണുന്നു. പിന്നെ കേരളത്തിൽ 2026 ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ ആര് എന്ന് ചോദിച്ചാൽ അത് എൻ്റെ പാർട്ടിയാണ്, ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ അഭിമാനദായകമായിട്ടുള്ള കാര്യം. സൂചിപ്പിച്ചത് വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഇവരൊക്കെ കാണുന്നത്. എന്തായാലും യുവമോർച്ചയുടെ ഭാഗത്തുള്ള പ്രതിനിധികൾ ഒരു ഭാഗത്തുണ്ട്, മറ്റ് ക്യാമറ ദൃശ്യങ്ങൾ അങ്ങോട്ടേക്കൊക്കെ പോവുകയാണെങ്കിൽ വലിയൊരു ജനപങ്കാളിത്തം. ഞാനിപ്പോൾ നിൽക്കുന്ന ദൃശ്യങ്ങൾ വരുന്നത് കരമന ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കരമനയ്ക്ക് സമാനമാണ് കിള്ളിപ്പാലത്തെ ദൃശ്യങ്ങളിൽ നിന്നുള്ളതാണ്. ഇവരൊക്കെ ഈ പ്രവർത്തകരൊക്കെ എത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി ഒരു നോക്ക് കാണാനാണ്. പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ, TV-കളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ഒക്കെ കണ്ടിട്ടുള്ള പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി. ചേട്ടാ ആദ്യം ഇല്ല ഇന്നും വന്നിട്ട് ഇങ്ങനെയുണ്ട്, പ്രധാനമന്ത്രി ഓരോ തവണയും കേരളത്തിലേക്ക് എത്തുമ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്നു, ആവേശം കൂടുന്നു. ആവേശം കൂടുന്നുണ്ട്. നല്ലൊരു എൻഡിഎക്ക് ആയിരിക്കും. എങ്ങനെയുണ്ട് ചേട്ടാ, ആദ്യമായിട്ടാണ് ഇല്ല, 3-4 വർഷം കണ്ടിട്ടുണ്ട്. പക്ഷെ ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ ആൾക്കാർ, ജനങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. ഒരു ആവേശമാണ്. ഇപ്പോൾ നിയമമണ്ഡലം നമുക്ക് പിടിച്ചെടുക്കണമെന്നുള്ള ഒരു ആവശ്യത്തിലാണ് ഇപ്പോൾ ഈ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് തന്നെ പറയാം. എങ്ങനെയുണ്ട് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് ഒരു ഒരാഴ്ചക്കിടെ 2ാം തവണ വരുന്നു, ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി? തീർച്ചയായിട്ടും വികസിത കേരളത്തിന്റെ മാനിഫെസ്റ്റോ അതാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതാണ് തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ അവസരമാണത്. പിള്ളേരുടെ കാലമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഇത്തിരി തലമൂത്ത ആളുകൾ രാഷ്ട്രീയം ഒരുപാട് കണ്ടിട്ടുണ്ട്, കേരളത്തിന്റെ ഒരുപാട് കാലഘട്ടങ്ങൾ. അതെ, ശരി ശാലിനി. പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാനായിട്ടാണ് ആ ഒരു വലിയ ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് തന്നെ എത്താം വളരെ പെട്ടെന്ന്.